നമസ്കാരം, ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട വറി ഫ്രീ റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ് ജയശ്രീ ഗോവിന്ദൻ. നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ മനസ്സിലാക്കാൻ പോകുന്നത് റിയൽ എസ്റ്റേറ്റും അതുപോലെ റിയൽ എസ്റ്റേറ്റ് സേവിങ്സും അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് സേവിങ്സും രണ്ടും വ്യത്യസ്തമാണ് എന്ന് എത്ര പേർക്ക് അറിയാം? പല ആളുകളും ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സേവിങ്സിന് വേണ്ടിയിട്ട് എന്താണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ സേവ് ചെയ്യുന്നുണ്ട്, റിയൽ എസ്റ്റേറ്റിലാണ് സേവ് ചെയ്തിരിക്കുന്നതെന്ന് പറയും. നമുക്ക് വൈവിധ്യമാർന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവുന്നത് നല്ലതാണ്, പക്ഷെ അതിന് കൃത്യമായ പർപ്പസ് ഉണ്ടോ, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള പർപ്പസിന് വേണ്ടിയാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കും. നമ്മളൊരു റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഗ്യാരണ്ടി ഉണ്ടാവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്ഥലങ്ങളുടെ വില എപ്പോൾ വേണമെങ്കിലും വർദ്ധിക്കാം. സ്ഥലമായിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, അതിൻ്റെ വില കയറി ഇറങ്ങി വരാറുണ്ട് അല്ലേ? കൂടുതൽ ആളുകളും സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ അപേക്ഷിച്ചിട്ട് വലിയ വ്യത്യാസമൊന്നും വരാറില്ല. സാധാരണ പല കാര്യങ്ങൾ കൊണ്ടും പല സ്ഥലത്തിൻ്റെയും വില ഇടിഞ്ഞു പോകാറുണ്ട്. നമ്മൾ വിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു അത്യാവശ്യം വന്നാൽ ഒരു എമർജൻസി ഫണ്ട് സ്വീകരിക്കാൻ നമുക്ക് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് സേവിങ്സ് കൊണ്ട് സാധിക്കും, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് സാധിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഒരു മെഡിക്കൽ എമർജൻസി വന്നു എന്ന് വിചാരിക്കുക, നമ്മൾക്കൊരു 10 ലക്ഷത്തിൻ്റെ രൂപ ആവശ്യം വന്നു, വലിയ ഒരു ഓപ്പറേഷനോ എന്തെങ്കിലും ഒരു എമർജൻസി കേസ്, നമുക്ക് ധാരാളമായിട്ട് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ നമുക്ക് ആ ഒരു എമൗണ്ട് എടുക്കാൻ സാധിക്കുന്നു. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് അത് വേണ്ട വിധത്തിൽ വിൽക്കാൻ സാധിക്കുന്നു, പെട്ടെന്നൊന്നും നടക്കാത്ത കാര്യം. അപ്പോൾ ഒരു എമർജൻസി ഫണ്ട് എന്ന രീതിയിൽ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് സാധ്യത തരുന്നില്ല. അതുപോലെ തന്നെയാണ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഇത് ഇൻകം എന്ന് പറയുന്നത്. നമുക്ക് എത്ര കിട്ടും എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഭയങ്കര ഇപ്പോൾ പല റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നവരോടും ചോദിച്ചാൽ കേൾക്കാറുണ്ട്, ഇന്നത്തെ പോലെ കച്ചവടമില്ല, അല്ലെങ്കിൽ വലിയ എമൗണ്ട് കുറവാണ്, വിചാരിച്ച കാശ് കിട്ടിയില്ല, നഷ്ടമായിപ്പോയി എന്നൊക്കെ. അപ്പോൾ ആ ഒരു ഗ്യാരണ്ടി കിട്ടുന്ന ഒരു ഇൻകം എന്ന് പറയാനും നമുക്ക് സാധിക്കില്ല. ഇനി ഇൻ കേസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അത് ഉപയോഗപ്പെടുമോ? അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ഈ ഇത്തരം ബിസിനസ്സിൽ വലിയ അറിവുണ്ടാവുമോ? അവർക്കിത് നടന്ന് വിൽക്കാനോ അതിനെ ലിക്വിഡിറ്റി നടത്താനോ സാധിക്കുന്ന അവസ്ഥയുണ്ടോ? ഇപ്പോൾ ആ ഒരു കുടുംബനാഥൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിയൽ എസ്റ്റേറ്റിൽ നടത്തിയ കുടുംബനാഥൻ്റെ അഭാവത്തിൽ ആ കുടുംബത്തിലുള്ള കുടുംബനാഥയ്ക്ക് അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ ഇടപെട്ട ശീലമുണ്ടോ? ഇത്തരം കാര്യങ്ങൾ നടത്തുമോ? ആ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ളതിനെ പണമാക്കി മാറ്റാൻ അവർക്ക് എളുപ്പത്തിൽ കഴിയുമോ? അപ്പോൾ അവർക്ക് ഒരു സെക്യൂരിറ്റി, ഫാമിലി സെക്യൂരിറ്റി എന്ന രീതിയിൽ അതവിടെ ഉപയോഗപ്രദമാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതുപോലെ പല കാര്യങ്ങളിലും നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഉപയോഗപ്പെടില്ല. നമുക്ക് ഏറ്റവും അത്യാവശ്യം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ ഒരു സേവിങ്സ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഗ്യാരണ്ടി ആയിട്ടുള്ളൊരു റിട്ടേൺ തരുന്നതായിരിക്കും. അതിന് ലിക്വിഡിറ്റി ഉണ്ടാവണം. നമ്മൾക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ പോലും അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇനി നമുക്ക് ഇതിനെതിരായിട്ട് ഒരു ലൈഫ് ഇൻഷുറൻസിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് അത് ഉപകാരപ്പെടുന്നത് നോക്കാം. നമ്മൾ ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ഇൻവെസ്റ്ററിൻ്റെ അഭാവത്തിൽ ആ കുടുംബത്തിന് അയാൾക്ക് കൊടുത്തിരിക്കുന്ന കോൺട്രാക്റ്റ് പ്രകാരമുള്ള തുക എന്തായാലും അവരുടെ വീട്ടിൽ എത്തിക്കിട്ടും. അത് ഗ്യാരണ്ടിയാണ്. അതുപോലെ തന്നെയാണ് അതിൻ്റെ കാലാവധി എത്തുമ്പോൾ മെച്യൂരിറ്റി കിട്ടുന്ന എമൗണ്ട്, അതൊരു ഗ്യാരണ്ടിയാണ്. തീർച്ചയായിട്ടും അത് കിട്ടും എന്നുള്ളത്, ഇത്ര എമൗണ്ട് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നത് തന്നെ. അപ്പോൾ അത് കിട്ടുകയും ചെയ്യും, അതിനുള്ള ഗ്യാരണ്ടി അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലിക്വിഡിറ്റി, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, ഒരു എമർജൻസി മെഡിക്കൽ സിറ്റുവേഷൻ വന്നു, നമ്മൾക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യം വന്നു, നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളവിടെ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി നമുക്കൊരു തുക അവിടെ നിന്ന് ലോണായിട്ട് പിൻവലിക്കാനുള്ള അവകാശമുണ്ട്. നമുക്കൊരു പ്രീ അപ്രൂവ്ഡ് ലോൺ നമ്മൾ 2 വർഷം അടച്ചു കഴിഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു സ്കീമിൽ നമുക്ക് ഒരു പ്രീ അപ്രൂവ്ഡ് ലോൺ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്.
അപ്പോൾ എമർജൻസി കേസുകളിൽ നമ്മൾ അടയ്ക്കുന്നതിനനുസരിച്ചുള്ള പ്രീ അപ്രൂവ്ഡ് ലോൺ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ആ സ്കീം തന്നെ വേണ്ടെന്ന് വെച്ചിട്ടോ അതിനെ ലിക്വിഡിറ്റി ചെയ്യാനായിട്ടും സാധിക്കും. അവിടെയും നമുക്ക് അധിക സമയം എടുക്കുന്നില്ല. അത് നമ്മുടെ വീട്ടിലുള്ളവർക്കാണെങ്കിലും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, വലിയ നൂലാമാലകളൊന്നുമില്ല. അപ്പോൾ ഇത്തരം ഒരു കാര്യം ചിന്തിക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെൻറ്റ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുടെ അഭാവത്തിൽ ആ കുടുംബത്തിന് ഒന്നും കിട്ടുന്നില്ല. അത് ലിക്വിഡിറ്റി ആവണം, അത് വിറ്റ് കാശാക്കണം, അതിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതും ഗ്യാരണ്ടി ഉണ്ടോ എന്നുള്ളതും നമുക്കറിയാം. പക്ഷേ ഇൻഷുറൻസിലാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ആ ഒരു പറഞ്ഞ കോൺട്രാക്റ്റ് പ്രകാരമുള്ള തുക എന്തായാലും കുടുംബത്തിന് കിട്ടിയിരിക്കും. ഇങ്ങനെയുള്ള ഒരു ഉറപ്പല്ലേ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ ആവശ്യം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ട് എങ്കിൽ, ഇൻഷുറൻസിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാവുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക ഇൻഷുറൻസിലേക്ക്. നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ, നിങ്ങളുടെ ഏണിങ്സിനെ സംരക്ഷിക്കാൻ അത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്കോ ഗൈഡൻസിനോ ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ.